السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, നമ്മൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ സൂറത്തുൽ മുൽക്ക് 27-ാമത്തെ ആയത്ത് വരെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെയുള്ള നമ്മുടെ പഠനം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, ആമീൻ. ഇന്ന് നമുക്ക് 28-ാമത്തെ ആയത്ത് പഠിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പഠനം അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. ഇനി ആയത്ത് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. قل أرأيتم. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഖാഫാണ്. അത് ഖാഫ് എന്ന് തന്നെ ഉച്ചരിക്കണം, കാഫ് അല്ല. കുൽ എന്ന് പറയരുത്. ഖാഫ്, കുൽ, അത് ശ്രദ്ധിക്കണം. 2, അറഅയ്തും. അറഅയ്തും റ മുഴപ്പിച്ച് വേണം ഉച്ചരിക്കാൻ. റാക്ക് ശേഷം ഹംസ ഫതഹ അ വന്നിരിക്കുകയാണ്. അപ്പോൾ അറഅ എന്ന് വേണം ഉച്ചരിക്കാൻ. ആ ഹംസയ്ക്ക് ശേഷം സുക്കൂനുള്ള യാ വന്നിട്ടുണ്ട്. ആ യായെ കട്ടിയാക്കാനോ നീട്ടാനോ പാടില്ല. അറഅയ്തും എന്നോ അറഅയ്തും എന്നോ ഉച്ചരിക്കരുത്. ഖുൽ അറഅയ്തും, പെട്ടെന്ന് ഓതി പോകണം. ഖുൽ അറഅയ്തും, ഖുൽ അറഅയ്തും എന്ന് പെട്ടെന്ന് ഓതിപ്പോകണം. ഇൻ അഹ്ലകനി അല്ലാഹു. ഇൻ ഇവിടെ ഇദ്ഹാറിന്റെ നിയമമാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം ഇദ്ഹാറിന്റെ അക്ഷരമായ ഹംസ ഇവിടെ വന്നതുകൊണ്ട് ആ സുക്കൂനുള്ള നൂനിനെ മൂക്കിൽ മറച്ച് മണിക്കാൻ പാടില്ല. വെളിവാക്കി ഉച്ചരിക്കണം. സുക്കൂനുള്ള നൂനിനെ വെളിവാക്കി. ഇൻ അഹ്ലകനി അല്ലാഹു, അഹ്ലകനി അല്ലാഹു. ഇവിടെ ഹ സുക്കൂനുള്ള ഹായാണ്. അതിനെ കൽക്കല ചെയ്യരുത്. അഹ്ലകനി അല്ലാഹു എന്ന് ഉച്ചരിക്കരുത്. അഹ്ലകനി അല്ലാഹ് എന്നല്ല, അഹ്ലകനി അല്ലാഹു എന്ന് വേണം ഉച്ചരിക്കാൻ. കാരണം കൽക്കലയുടെ അക്ഷരങ്ങൾ 5 നമ്മൾ കഴിഞ്ഞുപോയ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. കൽക്കല ഖാഫ്, ത്വ, ബ, ജീം, ദാൽ, ഖുതുബ് ജദ്ദിൻ. ഈ 5 അക്ഷരങ്ങൾക്ക് സുക്കൂൻ വന്നാൽ അവിടെ ഖ, ത്വ, ബ, ജ, ദ എന്നൊരു ഉച്ചാരണം വരും. അഖ്, 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 അബ്, അജ്, അത്, ഈ ഒരു ഉച്ചാരണം അവിടെ വരും. അതിവിടെ ഇല്ല. ഈ അക്ഷരം അതിലില്ലല്ലോ. അപ്പോൾ അവിടെ അഹ് എന്ന് ഉച്ചരിക്കരുത്. ഹായാണ്. ഹ എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ താഴ്ഭാഗം, നെഞ്ചിനോട് ചേർന്ന ഭാഗത്തു നിന്നും ഇറങ്ങുന്ന പുറപ്പെടുന്ന അക്ഷരമാണ്. ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഖ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ. ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഖ. ഹംസ ഹ, അ, ഹ ഇവിടെ നിന്നു. ഐനും ഹായും തൊണ്ടയുടെ തടുക്ക് നിന്നു. ഗൈനും ഖായും തൊണ്ടയുടെ മുകൾ ഭാഗം. അപ്പോൾ ഹ ഉച്ചരിക്കേണ്ട രീതി പ്രകാരമാണ് അഹ്ലകനി അല്ലാഹു.
ഇനി അഹ്ലകനിയ യാ ഫത്ഹ യാ യാ ഫത്ഹ യാ അഹ്ലകനിയ അഹ്ലകനിയല്ലാഹു എന്ന് വേണം ഉച്ചരിക്കാൻ. അല്ലാതെ അഹ്ലകനി എന്ന് ഓതി അല്ലാഹു എന്നൊന്നും ഓതി പോകരുത്. അഹ്ലകനിയല്ലാഹു വമം ഈ അള്ളാഹുവിന്റെ ഈ അല്ലാഹ് മുഴപ്പിച്ചു വേണം പറയാൻ. അല്ലാഹ് അഹ്ലകനിയല്ലാഹു വമം മഅയ. ഇവിടെ മീമിൽ നിന്നും ഈ മീമിലോട്ട് ചാടുക, ഇടക്കുള്ള നൂൻ വിട്ടേക്കുക, അത് ഉച്ചരിക്കരുത്. വമം വമം ഈ മീമിൽ നിന്നും ഈ മീമിലോട്ട് ചാടുക, മണിക്കുക, കട്ടിയാക്കുക. വമം മഇ മഇ ഐൻ കസ്റ ഇ യാ ഫത്ഹ യാ വമം മഇയ ഔ റഹിമന ഔ വൗ സുക്കൂൻ കട്ടിയാക്കരുത്. ഔ എന്നോ നീട്ടാൻ അതും പാടില്ല. ഔ റഹിമന ഔ റഹിമന ഇല്ല, പെട്ടെന്ന് ഔ റഹിമന ഔ റഹിമന ഔ റഹിമന എന്ന് വേണം ഓതിപ്പോകാൻ. റഹിമന റഹി ഹ കസ്റ ഹി മീം ഫത്ഹ മ. ഇവിടെ ശ്രദ്ധിക്കണം, മീമിന് സുക്കൂൻ കൊടുത്തു പോകരുത്. റഹിംന എന്ന് ഓതി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഹാക്ക് കസ്റയാണ്, മീമിന് ഫത്ഹാണ്. ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീന ഫമൻ മീമിൽ നിന്നും നേരെ യായിലോട്ട് ചാടണം, ഇടക്കുള്ള നൂൻ വിട്ടേക്കുക, യായ കട്ടിയാക്കണം, മണിക്കണം. ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. മിൻ സുക്കൂനുള്ള നൂൻ, ശേഷം ഐൻ ഫത്ഹ അ ഇദ്ഹാറിന്റെ അക്ഷരമായ ഐൻ വന്നു. അതുകൊണ്ട് ഇവിടെ നൂനിനെ മണിക്കാൻ പാടില്ല, മൂക്കിൽ മറച്ചു മണിക്കരുത്. ഇദ്ഹാറിന്റെ നിയമമാണ്, ആ നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ വെളിവാക്കി ഉച്ചരിക്കണം. അദാബിൻ തൻവീൻ, അവിടെ ആ തൻവീനിനെയും വെളിവാക്കി ഉച്ചരിക്കണം, മൂക്കിൽ മറച്ചു മണിക്കരുത്. കാരണം ഇദ്ഹാറിന്റെ നിയമമാണ്. തൻവീനിന് ശേഷം ഇദ്ഹാറിന്റെ അക്ഷരമായ ഹംസ വന്നു. ഇവിടെല്ലാം ഇദ്ഹാറാണ്. മിൻ അദാബിൻ ഐൻ, തൊണ്ടയുടെ നടുക്ക് നിന്ന് പുറപ്പെടുന്ന അക്ഷരം. മിൻ അദാബിൻ അലീം. ഇവിടെ ഔ റഹിമന അവിടെ നിർത്തരുത്, നിർത്താതെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോകണം, അതാണ് ഉത്തമം. ഔ റഹിമന ഫമൻ യുജീറുൽ, ഇപ്രകാരം വേണം ഓതിപ്പോകാൻ. ഇനി ആയത്ത് ശ്രദ്ധിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു വമൻ മഅയ ഔ റഹിമന ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇന്നത്തെ പഠനം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.